പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. The book of Exodus we can see like മോശ ദൈവത്തോട് തന്റെ ജനവുമായി ഹല്ലേലൂയ യാത്ര പുറപ്പെടുമ്പോൾ ഇപ്രകാരം ചോദിക്കുന്നു. Moses was asking the Lord Almighty when he before നിന്റെ കൃപ എന്റെ കൂടെ വരുന്നില്ല, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത് എന്ന്. He said to the Lord, if your presence is not coming along with me, അപ്പോൾ do not let me go. അപ്പോൾ ദൈവത്തിന്റെ ഒരു വർത്തമാനം ഇപ്രകാരമാണ്. The God said to him like this, ഞാൻ അവരുടെ മധ്യേ നടക്കത്തില്ലത്രേ. കാരണം ഞാൻ അവരുടെ മധ്യേ നടന്നാൽ അവരുടെ അകൃത്യം കാരണം, അവരുടെ കാഠിന്യത കാരണം ഞാൻ അവരെ ചിലപ്പോൾ പൂർണ്ണമായി നശിപ്പിക്കും എന്ന്. He said to them, I will not walk in the midst of them because of their wickedness, because of their hard heart or the stone heart. I will not be able to exist there. ഇതത്തെ പല ദൈവ മക്കളെയും ഇന്നത്തെ അവസ്ഥ. And that is the same thing happening right now. പലപ്പോഴും പല മേഖലകളിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ അവർ കാലും കൈയും ഇട്ടടിക്കുന്ന ദിവസങ്ങളത്രേ. Many areas the children of God themselves are not able to experience the spirit of the Lord and the presence of the Lord in that. പ്രിയ ദൈവമക്കളെ, അത് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം മുഖം തിരിച്ചു എന്നുള്ളതല്ലത്രേ. It's not that God is turning his face away. ദൈവം നിന്നെ മറന്നുപോയത് കൊണ്ടല്ലത്രേ. It's not that he has forgotten about you. ദൈവത്തിന്റെ കൃപയത്രേ എന്ന് വചനം It is പറയുന്നു. his grace that he showed upon you. കാരണം ദൈവം നിന്റെ അകൃത്യത്തിന് കൂടെ നിന്നാൽ നീ ഇല്ലേ ഇല്ല. All your nitty-gritties, all your shortcomings and the weaknesses that you're showing upon to him, if he's standing along with that, he will not be able to do the right thing. അതുകൊണ്ട് ദൈവം ഇപ്രകാരം അവരോട് പറയുകയാണ്, ഞാൻ എന്ത് പ്രവർത്തിക്കുമെന്ന് കാണേണ്ടതിന്, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളെ നടത്തുമെന്ന് കാണേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ ആഭരണം അഴിച്ചു വെക്കായി എന്ന്. And that is where he was saying that if you want to see how I would be performing, how I would be helping you, remove your ornaments and put it down. അതെ ദൈവമേ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, വചനപ്രകാരം ഇല്ലെങ്കിൽ ആത്മാവിൽ ഹല്ലേലൂയ ബൈബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആഭരണങ്ങൾ എന്താണ് കാണിക്കുന്നത്? Biblically, if you think about it, when you're talking about ornaments, what does it show? എന്താണ് അവിടെ ദൈവം അവരുടെ മധ്യ നടക്കുവാൻ ഇടവരാതിരിക്കുവാൻ കാരണമായത്? What was the reason that God was not able to അവരുടെ ദുശ്ചാഠ്യവും കഠിന ഹൃദയവും അത്രയും നമുക്ക് കാണുവാൻ കഴിയുന്നു. hardened heart or maybe their stubbornity were not allowing God to be in the midst of them. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്താട്ടെ. So therefore we have to examine ourselves this morning. എനിക്കും ദൈവത്തിനും വിപരീതമായി നിൽക്കുന്ന ആഭരണമാകുന്ന പൊങ്ങി നിൽക്കുന്ന ഭാഗം ഏതെന്ന് വേർതിരിച്ചറിഞ്ഞാട്ടെ. So if you think about the ornaments, if you're thinking about something that is standing against you and your God, the relationship or the presence of the Lord in the midst of you, നിന്റെ പ്രവൃത്തിയാണോ, നിന്റെ ചിന്തയാണോ, നിന്റെ ഹൃദയ കഠിന ഹൃദയമാണോ എന്ന് വേർതിരിച്ചറിഞ്ഞാട്ടെ. you need to start thinking whether it is your deeds or the words or your stubborn heart is standing against ഏത് God. തന്നെയാണെങ്കിലും ആഭരണത്തെ ഈ പകൽക്കാലം അഴിച്ചു വയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മധ്യ സഞ്ചരിക്കുന്ന ദിവസങ്ങൾ. But if you think that any of that are standing as an obstacle between your relationship with God, you need to take it out. കാരണം ദൈവവചനം വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് എന്റെ കൃപ മതിയേ മതി എന്ന്. Because we know that his grace is more than enough and sufficient. അവന്റെ കൃപ നിന്റെ മേൽ കടന്നു വന്നാൽ പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും അത്രേ. If his grace come upon you, the mountains and the hills will move away. അതെ, നിന്റെ ബലഹീനതകൾക്ക് മേൽ അവന്റെ ശക്തി തികഞ്ഞു വരുമെന്ന് വചനം പറയുന്നു. And his strength will be rise up.